ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ബാൾഡ് ആൻഡ് ബേഡ് വ്ളോഗ്സ്. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. എവിടെ പോയി നോക്കിയാലും നമുക്ക് സോഷ്യൽ മീഡിയയിൽ പോയി നോക്കിക്കഴിഞ്ഞാലും മഞ്ഞുമ്മൽ ബോയ്സിന്റെ കുറിച്ചുള്ള ഒരു പോസ്റ്റെങ്കിലും കാണാൻ പറ്റും. കുറെ വീഡിയോകളും പോസ്റ്റുകളും സിനിമയെ കുറിച്ചിട്ടും സിനിമാ നടന്മാരെ കുറിച്ചിട്ടും അതിലുപരി ഈ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന റിയൽ വ്യക്തികളെ കുറിച്ചിട്ടും അവരുടെ യഥാർത്ഥമായ കഥയെ കുറിച്ചുള്ള ഇന്റർവ്യൂവും കാര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സോ ഈ ഒരു അവസരത്തിൽ നമ്മളും ഒരുപാട് ഈ മഞ്ഞുമ്മൽ ബോയ്സ് ഇറങ്ങുന്ന സമയത്ത് തന്നെ എന്താണ് ഈ മഞ്ഞുമ്മൽ ബോയ്സ്, അവർക്ക് എന്താണ് ഗുണാക്കേവിൽ വെച്ച് സംഭവിച്ചത് എന്നുള്ളത് എല്ലാവരും അത് സെർച്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആ കഥ ഏകദേശം എല്ലാവർക്കും ഇപ്പൊ അറിഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവിച്ചിട്ടുള്ളത്. ഞാനും ഇതുപോലെ ഒരു വീഡിയോ എന്റെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്റെ കയ്യിൽ കുറച്ച് ലിമിറ്റഡ് ഇൻഫർമേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാലും അത് വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തു. അത് എനിക്ക് കുറച്ച് റെസ്പോൺസ് കുറവായിരുന്നെങ്കിലും ഞാനത് സിനിമ കണ്ട സമയത്ത്, മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമ കണ്ട സമയത്ത് എനിക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റി. ബിക്കോസ് ആ പറഞ്ഞ കഥയിൽ നിന്നും ഏകദേശം എല്ലാ കാര്യങ്ങളും അതിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്നും ഞാൻ വന്നിട്ടുള്ളത് മഞ്ഞുമ്മൽ ബോയ്സിന്റെ ഈ ഒരു കഥയെ കുറിച്ച് നിങ്ങളോട് പറയാനാണ്. ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് നിങ്ങൾക്ക് കാണാം. പക്ഷെ ഇത്തവണ ഞാൻ എത്തിയിരിക്കുന്നത് കുറച്ചുകൂടി ഇൻഫർമേഷൻ എടുത്തുകൊണ്ടാണ്. ഈ ഒരു ഇൻഫർമേഷൻ എനിക്ക് പാസ് ചെയ്തത് എൻ്റെ അടുത്ത സുഹൃത്തിന്റെ അച്ഛനായ മിസ്റ്റർ ലോകേഷ് ഡോക്ടറാണ്. സോ അദ്ദേഹത്തിന് ഞാനൊരു നന്ദി പറയുന്നു. ബിക്കോസ് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിയ സമയത്ത് ഐ വാസ് അമേസ്ഡ്. ബിക്കോസ് അത് എന്താണോ സിജുവിന്റെയും അല്ലെങ്കിൽ സുഭാഷിന്റെയും ജീവിതത്തിൽ സംഭവിച്ചത്, അന്ന് 2006 സെപ്റ്റംബറിൽ സംഭവിച്ചത്, അത് അതുപോലെയാണ് ഇതിലും വിവരിച്ചിട്ടുള്ളത്. ഇത് 2006 മനോരമയുടെ ഒരു ഞായറാഴ്ച സപ്ലിമെന്ററി ആയിട്ട് 2006 ഈ മഞ്ഞുമ്മൽ ബോയ്സ്, യഥാർത്ഥ മഞ്ഞുമ്മൽ ബോയ്സുമായിട്ട് അന്ന് എടുത്ത ഒരു ഇന്റർവ്യൂയുടെ പ്രശസ്ത ഭാഗങ്ങളാണ്. പ്രശസ്ത ഭാഗങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, എന്താണോ അവർ ഇന്റർവ്യൂവിൽ നേരിട്ട് പറഞ്ഞിട്ടുള്ളത്, അവരുടെ ജീവിത കഥ, ജീവിതാനുഭവം, അതുപോലെ ഒരു വിവരണമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇപ്പൊ എത്തിക്കാൻ പോകുന്നത്. നിങ്ങൾ ഇത് മിസ്സാക്കരുത്. ബിക്കോസ് മഞ്ഞുമ്മൽ ബോയ്സിന്റെ റിയൽ കഥയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ എന്തായാലും ഇത് കേൾക്കുക തന്നെ വേണം. ചെറിയ ഭൂമിയല്ല വിധിച്ചത് നമുക്ക്, ഉച്ചക്കിറുക്കിൽ നീ ഉയരത്തിൽ പറക്ക്. സൗഹൃദത്തിന് എത്ര ആഴമുണ്ട്, 600 അടി താഴ്ച. എറണാകുളം ജില്ലയിലെ മഞ്ഞുമ്മൽ നിവാസി സിജു ഡേവിഡറാണെങ്കിൽ ഒട്ടും സംശയിക്കാതെ സിജു പറയും. കോടമഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന കൊടൈക്കനാലിൽ വെച്ചാണ് സൗഹൃദ മാപിനിയിൽ സിജു സൗഹൃദ ബന്ധത്തിന്റെ ആഴമളന്നത്. 2006 സെപ്റ്റംബർ 3 കൊടൈക്കനാലിലെ ഗുണ കേവ് എന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിലെ 600 അടി താഴ്ചയുള്ള കുഴിയിലേക്ക് വീണുപോയ സുഹൃത്തിനെ അത്ഭുതകരമായി സിജുവും കൂട്ടുകാരും രക്ഷപ്പെടുത്തി. 600 അടി താഴ്ചയുള്ള കുഴിയിലേക്ക് വീണുപോയ സുഭാഷിനും കുഴിക്ക് പുറത്തുനിന്ന കൂട്ടുകാർക്കും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവം. സെപ്റ്റംബർ 2 സിജുവും സുഭാഷും അവരുടെ കൂട്ടുകാരായ പ്രദീപ്, കൃഷ്ണകുമാർ, ജിൻസൺ, അഭിലാഷ്, അനിൽ, സിജു ജോൺ, സുധീഷ്, സുജിത്, സിക്സൺ, ജോണി എന്നിവരോടൊത്ത് കൊടൈക്കനാലിലേക്ക് യാത്ര തിരിക്കുന്നത്. യാത്ര പ്രദീപിന്റെ വാഹനത്തിലും. ആടിയും പാടിയും നീങ്ങിയ സംഘം കൊടൈക്കനാൽ സൗന്ദര്യം നന്നായിട്ട് ആസ്വദിച്ചു. 3 ഉച്ചയ്ക്ക് 2:30 മണിയോടെ അവർ ഗുണ കേവിലെത്തി. അവിടെ കുറച്ചുനേരം ചെലവഴിക്കുക, അതിനുശേഷം അന്നത്തെ യാത്ര മതിയാക്കി തിരിച്ചു താമസ സ്ഥലത്തെത്തുക, അതായിരുന്നു പദ്ധതി. ഓരോരുത്തരായി ഗുഹയിലേക്ക് ഇറങ്ങി. ആകാശത്ത് മഴക്കാറുള്ളതുകൊണ്ട് ഗുഹയിൽ വെളിച്ചം കുറവായിരുന്നു. ഗുഹയുടെ അറ്റത്തുനിന്ന് നോക്കിയാൽ കണ്ണു കഴിക്കുന്ന ആഴം കാണാം. അങ്ങോട്ട് നടക്കുമ്പോൾ ഗുഹയുടെ ഒറ്റ നടുക്കായി ഒരു കുഴിയുണ്ട്. കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗട്ടർ ചാടിക്കടക്കുന്ന ലാഘവത്തോടെ ചാടാവുന്നതേ ഉള്ളൂ. ആദ്യം ഇറങ്ങിയ 3 പേർ ചാടിക്കടന്നു. സുഭാഷ് ചാടിയപ്പോൾ കാലൊന്നിടറി. ചെറിയ ശബ്ദം. മുന്നേ ചാടിയവരും പിന്നിലിറങ്ങി വന്നവരും ഒരേ നിമിഷം ഒന്നമ്പരന്നു. യാഥാർത്ഥ്യബോധം വീണ്ടും കിട്ടിയപ്പോൾ അകന്നകന്നു പോകുന്ന സുഭാഷിന്റെ നിലവിളിയുടെ പ്രതിധ്വനി ശബ്ദം അവർ കേട്ടു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായതോടെ ആ ശബ്ദവും നിലച്ചു. സിജുവും കൂട്ടുകാരും നാട്ടുകാരിൽ നിന്ന് അറിഞ്ഞ വാർത്തകൾ അവരെ ഭയപ്പെടുത്തുന്നവയാണ്. ഇവിടെ അപകടത്തിൽപ്പെട്ട് പൊലിഞ്ഞ 13 ജീവനുകളാണ്. അതിൽ ഒരു മന്ത്രിയുടെ ബന്ധുവുമുണ്ട്. ജീവനോടെ അല്ലെങ്കിലും ശരീരമെങ്കിലും എടുത്തു കൊടുക്കുന്നവർക്ക് അന്ന് വാഗ്ദാനം ചെയ്തത് 10 ലക്ഷം രൂപയുടെ പാരിതോഷികമാണ്. പക്ഷേ അതിന് ഇതുവരെ ആരും തുനിഞ്ഞിട്ടില്ല. കുഴിയിൽ വീണുപോയ സുഭാഷിനെ രക്ഷിക്കാൻ പോലീസുകാരുടെ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ അവർ ആദ്യം പറഞ്ഞ ഉത്തരം ഇതായിരുന്നു. മരണം ആർത്തിയോടെ വാപ്പിളർന്നു നിൽക്കുന്ന ആ ഗുഹ അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് ചെകുത്താന്റെ അടുക്കളയായിരുന്നു. വളരെ പെട്ടെന്നായിരുന്നു അത്. സുഭാഷ് പറഞ്ഞു തുടങ്ങി.
മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ വായുവിൽ ഒഴുകി നീങ്ങുന്ന അവസ്ഥ. ചുറ്റും കൂരിരുട്ട്. മുൻപിൽ നടന്നിരുന്ന സുഹൃത്തുക്കൾ കാണാമറയത്തായി. ഉറക്കെ കരഞ്ഞതുപോലും എങ്ങനെയാണെന്നറിയില്ല. അതിനിടയിൽ എവിടെയൊക്കെയോ തട്ടിമറിഞ്ഞു. പിന്നെ കുറച്ചുനേരം ഉരഞ്ഞു നീങ്ങി. വീണ്ടും താഴോട്ട് വായുവിൽ യാത്ര. പിന്നെ തട്ടി നിന്നെടുത്തു പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. ഇരുട്ടിൽ മൂടി നിൽക്കുന്നത് കൊണ്ട് ഒന്നും വ്യക്തമായില്ല. പാറയിലാണ് നിൽക്കുന്നതെന്നും നന്നായി വഴുക്കുന്നുണ്ടെന്നും മാത്രം മനസ്സിലായി. കാലുറച്ചപ്പോൾ മുകളിലോട്ട് നോക്കി. അവിടെ ചിരട്ട വലുപ്പത്തിൽ മങ്ങിയ ആകാശവെട്ടം. ഉറക്കെ കരഞ്ഞു. അപ്പോൾ മുകളിൽ നിന്ന് അനങ്ങാതെ പിടിച്ചു നിൽക്കുന്നിടത്തു തന്നെ നിൽക്കാൻ വിളിച്ചു പറയുന്ന ശബ്ദം പാറയിൽ തട്ടിത്തെറിച്ചു മുഴങ്ങി. അതോടെ മനസ്സ് കുറച്ചു സ്വസ്ഥമായി. രക്ഷപ്പെടാനുള്ള വഴികൾ ആലോചിച്ചു തുടങ്ങി. അസ്ഥി തുളയ്ക്കുന്ന തണുപ്പ്. ഇരുട്ടിൽ ശരീരത്തിൽ കൂച്ചുവിലങ്ങിട്ടു. നിൽക്കുന്നിടത്തെ ഭിത്തിയിൽ കൈകൊണ്ട് പരുതിയപ്പോൾ നെരിച്ചീർക്കൂട്ടങ്ങൾ ശബ്ദമുണ്ടാക്കി പറന്നു പൊങ്ങി. ഇതിനിടയിൽ തലയിലേക്ക് ചെളിമണ്ണും കട്ടക്കല്ലുകളും നിറഞ്ഞ വെള്ളം വന്നു വീഴാൻ തുടങ്ങി. മുകളിലെ ആകാശം ചുരുങ്ങി വരുന്നു. ചെളിവെള്ളം തലവഴി മുഖത്തേക്കൊഴുകി. മുകളിലേക്ക് നോക്കാൻ വയ്യ. വെള്ളത്തിലൂടെ വന്ന ഒരു കല്ലു നെറുകൻ തലയിൽ തന്നെ പതിച്ചു. പതുക്കെ പതുക്കെ ഒരു അവ്യക്തത സുഭാഷിന്റെ കണ്ണിലും ഓർമ്മയിലും വന്നു നിറഞ്ഞു. ശരിക്കും കുഴിയിൽ വീണത് ഞങ്ങളാണ്, കൃഷ്ണകുമാർ പറയുന്നു. സുഭാഷ് കുഴിയിലേക്ക് വീണുപോയി എന്ന യാഥാർത്ഥ്യത്തോട് ആദ്യം ഞങ്ങൾക്ക് പൊരുത്തപ്പെടാനായില്ല. അത് അത്ര വലിയ കുഴിയാണെന്നോ ഞങ്ങൾക്ക് തോന്നിയതുമില്ല. അത് അവന്റെ കുസൃതി ആയിരിക്കണേ എന്ന് ഒരു സെക്കൻഡ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. കരച്ചിൽ കേട്ടപ്പോൾ അവൻ അധിക ആഴത്തിലല്ല എന്ന് തോന്നി. കുഴിക്കു ചുറ്റും കിടന്നു നോക്കി. ഒന്നും കാണുന്നില്ല. പാറക്കുഴിക്കുള്ളിൽ കല്ലിച്ച ഇരുട്ടു മാത്രം. അവിടെ എവിടെയോ നിന്ന് സുഭാഷിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ആർക്കും ഒന്നും സംസാരിക്കാനായില്ല. എല്ലാവരും തളർന്നു. ഇതിനിടയിൽ വീണ്ടും സുഭാഷിന്റെ കരച്ചിൽ കേട്ടു. അതോടെ സുഭാഷിന് ജീവനുണ്ടെന്ന് ബോധ്യമായി. കുഴിക്കരികിൽ കിടന്ന് എവിടെയെങ്കിലും പിടിച്ചു നിൽക്കാൻ സിജു ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഒരാൾ മൗനം ഭേദിച്ചതോടെ ഞെട്ടലിൽ നിന്നും മറ്റുള്ളവരും ഉണർന്നു. കുഴിയിലേക്ക് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. എന്തിനും തയ്യാർ. പക്ഷേ എന്താണ് ചെയ്യേണ്ടത്? സിജു കൂട്ടുകാരുടെ നേതൃത്വം സ്വയം ഏറ്റെടുത്തു. 9 പേരെ തരം തിരിച്ചു. 3 പേർ കുഴിയുടെ അടുത്ത് നിൽക്കണം. ബാക്കിയുള്ള 6 പേരും കൂടി പോലീസിനെയും നാട്ടുകാരെയും വിവരം അറിയിക്കണം. ഒപ്പം 8 കിലോമീറ്റർ അപ്പുറത്തുള്ള ടൗണിൽ പോയി കയറും ടോർച്ചും വാങ്ങി വരണം. ദിശാബോധം ലഭിച്ചതോടെ എല്ലാവരും കർമ്മനിരതരായി. ഞങ്ങൾ 3 പേർ മാത്രമായപ്പോഴേക്കും അവസ്ഥ കൂടുതൽ വഷളാകാൻ തുടങ്ങി, സുധീഷ് പറഞ്ഞു. ആ സമയത്ത് അവർക്ക് മറ്റു അനുഭവങ്ങളായിരുന്നു നേരിടേണ്ടി വന്നത്. ഗുഹയിൽ വിട്ടിട്ട് പോയവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ടോർച്ചും കയറും സംഘടിപ്പിക്കാൻ കൂട്ടുകാർ പോയതോടെ സുഭാഷിനെ ആശ്വസിപ്പിക്കാനായിരുന്നു ഞങ്ങളുടെ ശ്രമം. അവന്റെ കരച്ചിൽ ഇടയ്ക്കിടെ കേൾക്കാം. രക്ഷാപ്രവർത്തനത്തിനുള്ള സാമഗ്രികൾ കൊണ്ടുവരുന്നതുവരെ അവന് ആത്മധൈര്യം കൊടുക്കണം. 3 പേരും മാറി മാറി വിളിച്ചുകൊണ്ടിരുന്നു. ചിലപ്പോഴൊക്കെ സുഭാഷിന്റെ ശബ്ദം മറുപടിയായി പ്രതിധ്വനിച്ച് മുഴക്കമായി മുകളിലേക്ക് വന്നു. ഇതിനിടെ ശാപം പോലെ മഴ പെയ്തു തുടങ്ങി. ആകാശത്ത് കെട്ടിക്കിടക്കുന്ന സകല കാർമേഘങ്ങളും ഞങ്ങളുടെ മേലേക്ക് പെയ്തിറങ്ങി. ഭൂമിനിരപ്പിൽ നിന്ന് അല്പം താഴ്ന്നു നിൽക്കുന്ന ഗുഹയിലേക്ക് വെള്ളം ഇരച്ചെത്തി. വെള്ളം മുഴുവനും കുഴിയിലേക്കാണ് ഒഴുകിയിറങ്ങിയത്. വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ സുഭാഷ് താഴേക്ക് ഒലിച്ചു പോകുമെന്ന് ഞങ്ങൾ ഭയന്നു. വെള്ളം തടയാൻ ഒരു മാർഗവുമില്ല. അടുത്ത് കിടന്ന കല്ലും മണ്ണും കൂട്ടി അണക്കെട്ടി വെള്ളം തിരിച്ചുവിടാനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷേ വിജയിച്ചില്ല. മാത്രമല്ല കുറെ മണ്ണും കല്ലും കൂടി കുത്തിയൊലിച്ചു കുഴിക്കകത്തേക്ക് വീണു. സുഭാഷ് കരയുന്നത് ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. സകല ദൈവങ്ങളെയും വിളിച്ചു പ്രാർത്ഥിച്ചു. ഞങ്ങൾ കുഴിക്കരിക്കൽ തന്നെ നിന്നു. സുഭാഷിനോട് ധൈര്യമായിരിക്കാൻ ഞങ്ങൾ ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. സിജുവും ലിൻസനും സുധീഷും ഒഴിച്ചുള്ളവർ പുറത്തേക്കു നീങ്ങി. അടുത്തുള്ള നാട്ടുകാരെ കണ്ട് വിവരം ധരിപ്പിച്ചു. 8 കിലോമീറ്റർ അപ്പുറത്തുള്ള ടൗണിൽ ചെന്നു കയറും ടോർച്ചും സംഘടിപ്പിച്ചു. പോലീസ് സ്റ്റേഷനിലെത്തി. നാവിൽ വന്ന മുറിത്തമിഴിൽ കാര്യം പറഞ്ഞൊപ്പിച്ചു. കൃഷ്ണകുമാർ പറഞ്ഞ കഥ വളരെ നിസ്സാരമായി കേട്ട പോലീസുകാരൻ അടുത്തു വന്നു തുറച്ചു നോക്കിക്കൊണ്ട് അവന്റെ മുഖത്ത് ആഞ്ഞൊരടി. അമ്പരന്നു നിൽക്കുന്ന കൃഷ്ണനെ തകർക്കുന്നതായിരുന്നു അയാളുടെ അടുത്ത ചോദ്യം. നീ താനെ അന്ത പയ്യനെ കൊല ചെയ്തത്? സഹായം തേടി വന്നിടത്തു ബന്ദിയാക്കപ്പെട്ട അവസ്ഥ. എന്റെ മനസ്സ് അപ്പോ ചത്തു. ആ നിമിഷം ഇപ്പോഴും കൃഷ്ണകുമാറിന്റെ മനസ്സിൽ ഉൾഭീതി വിതയ്ക്കുന്നു. സഹായിക്കാൻ കൂട്ടാക്കാതെ അപകടത്തെ ഞങ്ങളുടെ തലയിൽ കെട്ടിവയ്ക്കാനുള്ള ശ്രമമാണ് പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നു വ്യക്തം. പക്ഷേ ഓടിപ്പോരാൻ പറ്റില്ല. സുഭാഷ് കുഴിയിലാണ്. ആവശ്യമില്ലാത്തിടത്ത് വലിഞ്ഞു കയറിയത് എന്തിനാണെന്നായിരുന്നു അടുത്ത ചോദ്യം. ഉത്തരമില്ല. കുഴിയിൽ പെട്ടയാൾ മരിച്ചു കാണുമെന്ന് പോലീസുകാർ പറഞ്ഞപ്പോൾ കൂട്ടുകാർ കാലുപിടിച്ചു കരഞ്ഞു. ഇല്ല, സുഭാഷ് മരിക്കില്ല. അപ്പോൾ അവരെ ഞെട്ടിച്ചുകൊണ്ട് പോലീസ് മറ്റൊരു കാര്യം കൂടി അവരെ അറിയിച്ചു. ഇതിനു മുൻപ് അവിടെ 13 പേർ മരിച്ചിട്ടുണ്ട്. അവരെയൊന്നും ശവം പോലും എടുക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അതൊന്നും ആ കൂട്ടുകാർ ചെവിക്കൊണ്ടില്ല. അവർ പോലീസുകാരെ നിർബന്ധിച്ചു കൊണ്ടിരുന്നു. സുഭാഷ് മരിക്കില്ല. അവർക്ക് ഉറപ്പായിരുന്നു. കാരണം സുഭാഷ് അവരുടെ കൂട്ടുകാരാണ്, പോലീസുകാരന്റെ അല്ലല്ലോ.
പോലീസും ഫയർഫോഴ്സും ഗുഹയ്ക്കടുക്കെത്തുമ്പോൾ മഴ തകർത്തു പെയ്യുകയാണ്. രക്ഷാപ്രവർത്തനങ്ങൾ നടക്കില്ല എന്ന അവസ്ഥ. മഴ കുറഞ്ഞപ്പോൾ ഫയർഫോഴ്സുകാർ കുഴി പരിശോധിച്ചു. നീളമുള്ള കയർ കുഴിക്കകത്തേക്കിട്ടു. എന്നിട്ട് സുഭാഷിനോട് പിടിച്ചു കയറി വരാൻ ആവശ്യപ്പെട്ടു. അവശനായ സുഭാഷിന് കയർ കാണാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. അധികം അനങ്ങിയാൽ ഒരു പക്ഷേ വീണ്ടും താഴേക്ക് ഊർന്നു പോകും. കയറിട്ട് ഇറങ്ങണമെന്ന് കൂട്ടുകാർ ആവശ്യപ്പെട്ടു. ഒരു ഫയർഫോഴ്സുകാരൻ അരയിൽ കയർ കെട്ടി ഇറങ്ങാൻ വേണ്ടി തയ്യാറെടുത്തു. 1-2 തവണ അയാൾ കുഴി പരിശോധിച്ചു. അകത്തേക്ക് ടോർച്ചടിച്ചു നോക്കി. ഉദ്വേഗഭരിതങ്ങളായ നിമിഷങ്ങൾക്കൊടുവിൽ അയാൾ ആ വലിയ കണ്ടുപിടുത്തം പ്രസ്താവിച്ചു. കുഴിക്ക് ആഴം വളരെ കൂടുതലാണ്. വീണയാൾ ഒരുപാട് താഴേക്ക് ഒഴുകിയോ അല്ലെങ്കിൽ തെന്നിയോ പോയി കാണും. അറ്റമില്ലാത്ത ഈ കുഴിയിലേക്ക് ഇറങ്ങുന്നത് വളരെ വലിയ വിഡ്ഢിത്തമാണ്. തങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞുവെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ആ ഗുഹയിലെ പ്രസംഗം. അയാൾ പറഞ്ഞത് മുഖവിലക്കെടുക്കാൻ സുഭാഷിന്റെ കൂട്ടുകാർ പക്ഷേ തയ്യാറായില്ല. നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ഞാൻ ഇറങ്ങാം. സിജു മുന്നോട്ട് വന്നു. പക്ഷേ അറിഞ്ഞുകൊണ്ട് ഒരാളെ കൂടി അപകടത്തിലേക്ക് തള്ളിവിടില്ല എന്നതാണ് അവരെടുത്ത നിലപാട്. ഒന്നുകിൽ നിങ്ങൾ ഇറങ്ങണം, അല്ലെങ്കിൽ തന്നെ ഇറങ്ങാൻ സമ്മതിക്കണം. എന്തായാലും സുഭാഷിന്റെ ജീവൻ കുഴിയിൽ ഉപേക്ഷിക്കാനാവില്ലെന്ന സിജുവിന്റെ കടും പിടുത്തതിനു മുമ്പിൽ അവർ വഴങ്ങി. സിജുവിന്റെ അരയിൽ കയർ കെട്ടി ടോർച്ചു തെളിച്ചു കഴുത്തിൽ കെട്ടി തൂക്കിയിട്ടു. കുഴിയിലെ അറ്റം കാണാത്ത ഇരുട്ടിലേക്ക് കയറെറിഞ്ഞു. കയറിൽ തൂങ്ങിയിറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് സിജുവിന് അറിയുന്നുണ്ടായിരുന്നില്ല. ശക്തമായ തണുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങി. കുഴിയുടെ വശങ്ങളിൽ നരിച്ചീരുകളെ കാണാം. കയറിൽ തൂങ്ങിയാടുന്നത് കൊണ്ട് തന്നെ ടോർച്ചിന്റെ പ്രകാശം പല സ്ഥലങ്ങളിലായി ചിതറിത്തെറിച്ചു. കുറച്ചധികം കഴിഞ്ഞപ്പോൾ തറയെത്തിയെന്ന് തോന്നി. പക്ഷേ അത് ഒരു ഭാഗത്ത് പാറ തള്ളി നിൽക്കുന്നതായിരുന്നു. അതിനരികിലൂടെ വീണ്ടും ഊർന്നിറക്കാം. ഇതിനിടയിൽ സുഭാഷിനെ വിളിക്കുന്നുണ്ട്. പ്രത്യുത്തരവും കേൾക്കാം. പക്ഷേ കാണുന്നില്ല. തൂങ്ങിയിറങ്ങിയ കയർ തീർന്നു. ഒരുപാട് താഴേക്ക് വന്നു കഴിഞ്ഞു. സുഭാഷിനെ കാണുന്നില്ല. കയറു തീർന്ന കാര്യം മുകളിലുള്ള ഫയർഫോഴ്സുകാർക്ക് മനസ്സിലായി. അവർ കയർ മുകളിലേക്ക് വലിച്ചെടുത്തു. ഈ സമയം സിജു ഭിത്തിയിൽ അള്ളിപ്പിടിച്ചു നിന്നു. കുറച്ചു നേരത്തിനു ശേഷം ഒരു കൂട്ടുകെട്ടോടെ കൂടുതൽ കയർ താഴേക്ക് വന്നു. വീണ്ടും അതിൽ പിടിച്ചു സിജു ഊർന്നിറങ്ങാൻ തുടങ്ങി. ഞാൻ ആകെ തളർന്നു. സഹിക്കാൻ പറ്റാത്ത തണുപ്പും. അപ്പോഴാണ് ടോർച്ചിന്റെ വെട്ടം കണ്ടത്. അടുത്തു വന്നപ്പോൾ സിജുവാണെന്ന് മനസ്സിലായി. സുഭാഷ് ഓർമ്മിക്കുന്നു. സിജു അടുത്തെത്തിയപ്പോഴേക്കും ഞാൻ ആകെ അവശനായിട്ടുണ്ടായിരുന്നു. പലയിടത്തും ശരീരം ഇടിച്ചതിന്റെ വേദന. തലയിൽ കല്ല് വീണ് പൊട്ടി ചോര വരുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെയും ഇവിടെയും ഉരഞ്ഞ് തൊലി പോയതിന്റെ നീറ്റൽ. ദേഹമാസകലം ചെളിവെള്ളം, നരിച്ചീരകളുടെ ദുർഗന്ധം. ഞാനൊരു സ്വപ്നത്തിലാണെന്ന് എനിക്ക് തോന്നി തുടങ്ങി. സിജു അടുത്തു വന്നപ്പോഴും ഞാൻ നിർജീവാവസ്ഥയിലാണ്. കുഴപ്പമൊന്നുമില്ല, നമുക്ക് എളുപ്പത്തിൽ മുകളിലേക്ക് കയറാൻ പറ്റും. സിജു എന്നെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. ഫയർഫോഴ്സുകാർ കൊടുത്തിരിക്കുന്ന കയർ സിജു എന്റെ അരയിൽ കെട്ടി. സർവ്വനാടികളും തളർന്ന് ഞാൻ അപ്പോഴും സിജു പറയുന്നത് അനുസരിക്കുന്ന ഒരു ശരീരം മാത്രമായിരുന്നു. കെട്ടുഭദ്രമാണെന്ന് ഉറപ്പാക്കിയ ശേഷം സിജു ഇറങ്ങി വന്ന വടത്തിൽ പിടിച്ചു ഞങ്ങൾ ഇരുവരും മുകളിലേക്ക് കയറാൻ തുടങ്ങി. ഞങ്ങൾ കയറുന്നതിനോടൊപ്പം മുകളിലുണ്ടായിരുന്ന കൂട്ടുകാരും പോലീസുകാരും കയർ വലിക്കുന്നുണ്ടായിരുന്നു. ആടിയും മുലഞ്ഞും മുകളിലെത്തുന്തോറും കൂട്ടുകാരുടെ ശബ്ദം കേട്ടു തുടങ്ങി. ഒരുപാട് മുകളിൽ ഇരുട്ടു പുതയ്ക്കാൻ തുടങ്ങുന്ന ആകാശവും ഇനി ഒരിക്കലും കാണാൻ കഴിയില്ലെന്ന് ഞാൻ കരുതിയ അതേ ആകാശം. പുലിമടിയിൽ നിന്ന് രക്ഷപ്പെട്ടവർ പുലിക്ക് മുന്നിൽ വീണതുപോലെയായിരുന്നു പിന്നീട് സംഭവിച്ചത്. നല്ല മഴയും തണുപ്പുമുള്ള ദിവസം തങ്ങൾക്ക് പണിക്കോള് കൊണ്ടുവന്ന മലയാളി പയ്യൻസിനെ പിഴിയാൻ തന്നെ പോലീസ് തീരുമാനിച്ചു. ടോർച്ച്, കയർ എല്ലാം മേടിച്ച വകയിൽ ഞങ്ങളുടെ കയ്യിൽ നിന്നും ഒരുപാട് ചെലവായിട്ടുണ്ടായിരുന്നു, പ്രദീപ് വിവരിച്ചു. പക്ഷേ പോലീസുകാർ അത് ഗൗനിച്ചതേയില്ല. അവർക്ക് പണം കിട്ടിയേ തീരൂ. ഞങ്ങൾ നിരോധിത മേഖലയിൽ കടന്നതിനുള്ള പിഴയാണെന്നും അവർ അറിയിച്ചു. ഒടുവിൽ കൂട്ടിയും കിഴിച്ചും പോക്കറ്റുകൾ തപ്പിപ്പെറുക്കിയും പോലീസുകാർ ആവശ്യപ്പെട്ട 2500 രൂപ അവർക്കു നൽകി. കൈപ്പറ്റിയ പണത്തിന്റെ രസീത് നാട്ടിലേക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞാണ് പോലീസ് സംഘം പിരിഞ്ഞു പോയത്. അവിടുത്തെ പ്രമുഖ പത്രങ്ങളിലെല്ലാം വാർത്ത വന്നു. പക്ഷെ അതൊന്നും കാണാൻ കാത്തുനിൽക്കാതെ ഞങ്ങൾ നാട്ടിലേക്ക് പോന്നു. വണ്ടിയിൽ ആരും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ഈ സംഭവം നാട്ടിലും വീട്ടിലും അറിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചായിരുന്നു എല്ലാവരുടെയും ചിന്ത. ഒരു പക്ഷേ എല്ലാ സ്വാതന്ത്ര്യവും ഇതോടെ അവസാനിച്ചേക്കും. നാട്ടിൽ വണ്ടി എത്തിയപ്പോൾ എല്ലാവരും ഒരു കാര്യത്തിൽ ഒറ്റക്കെട്ടായിരുന്നു. നടന്നത് ആരോടും പറയില്ല, ഇത് സത്യം. ആരോടും പറയരുതെന്ന് പറഞ്ഞു സൂർസംഘം പിരിഞ്ഞെങ്കിലും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സംഭവത്തിന്റെ തീവ്രതയ്ക്ക് അയവ് വന്നു. സൂർസംഘത്തിലെ പലരും മറ്റ് അടുത്ത കൂട്ടുകാരോട് സാഹസികത പറയാൻ ആരംഭിച്ചു. ഇതിനിടയിൽ തമിഴ്നാട്ടിലെ ദിനമലർ പത്രത്തിലെ ഞായറാഴ്ച പതിപ്പിൽ ഇവരെക്കുറിച്ച് വന്ന റിപ്പോർട്ട് ആ റിപ്പോർട്ടർ സിജുവിന് അയച്ചു കൊടുത്തു. ഇത് അറിഞ്ഞെത്തിയവരോടും സൂർസംഘം എല്ലാം തുറന്നു പറഞ്ഞു. നാട്ടുകാരും കൂട്ടുകാരും അഭിനന്ദിക്കുമ്പോഴും താൻ വലിയ കാര്യമൊന്നും ചെയ്തിട്ടില്ലെന്നാണ് സിജുവിന്റെ ഭാവം.
കൂട്ടുകാർക്ക് വേണ്ടി 600 അല്ല 6000 അടി താഴ്ചയായിരുന്നുവെങ്കിലും താൻ ഇറങ്ങുമെന്ന് തന്നെയായിരുന്നു സിജു പറഞ്ഞത്. ഇതാണ് മഞ്ഞുമ്മൽ ബോയ്സിലെ സിജുവും സുഭാഷും അനുഭവിച്ച ജീവിതകഥ. നമ്മൾക്ക് എല്ലാവർക്കും ഇത് സിനിമയാണെങ്കിലും അവർക്ക് അത് അവർ അനുഭവിച്ച ജീവിതമാണ്. അവർ ഇനി ഒരിക്കലും ജീവിതത്തിൽ ഓർക്കാൻ ഇടയില്ലാത്ത ഒരു ഭീതിപ്പെടുത്തുന്ന അനുഭവം. ഈ ഒരു വീഡിയോയും ഈ ഒരു വിവരണവും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് കാണുമ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് മീ.